നിങ്ങൾ ഒരാളാ. എൻ്റെ ഈ 5 വിരലുകൾ ഉണ്ടോ? ഈ വിരലിൽ ഏതെങ്കിലും ഒരു വിരല് നിങ്ങളെ തോണ്ടുകയെ നുള്ളുകയെ പിച്ചേ അങ്ങനെ ചെയ്തു എന്ന് വെക്കുക. അപ്പം നിങ്ങൾ എന്താ പറയാ? ജസ്നയുടെ വലത്തെ കൈയിലെ ചൂണ്ടുവിരൽ എന്നെ നുള്ളി, എന്നെ പിച്ചി, എന്നെ മാന്തി എന്ന് പറയോ? ആരെങ്കിലും പറയോ? തിരിച്ചെന്താ പറയാ? ജസ്ന എന്നെ വന്ന് മാന്തി, എന്നെ നുള്ളി, എന്നെ പറിച്ചു എന്ന് പല രീതിയിലും പറയും. സംഭവം ചെയ്തതാരായിരിക്കും? ഈ 5 വിരലിൽ ഒരുവനായിരിക്കും ചെയ്തത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം എന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലസിത പാലക്കൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന RSSകാരും BJPക്കാരും ഈ അടുത്ത് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് പോസ്റ്റ് ചെയ്ത സമയത്ത് ലസിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു RSSകാരൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കാണുക. യൂട്യൂബിൻ്റെ പേര് കണ്ണാ നിനക്കായി ബൈ ജസ്ന സലീം എന്നടിച്ചു നോക്കിയാൽ കാണാം. അപ്പം അയാൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. RSSലോ BJPയിലോ പെട്ട ആരെങ്കിലും ഒരു വ്യക്തി എന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും അടക്കി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിനാണ് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞു തന്നത്. ഈ ഒരു വിരൽ ചെയ്താലും കൈ ഒന്നായിട്ട് ചെയ്താലും പേരെനിക്കാണ് വരിക, അല്ലേ? അപ്പം ഞാൻ അയാളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാർട്ടിയിൽ പോയിട്ട് പരാതിപ്പെടുക. ജസ്ന നിരന്തരം ഇങ്ങനെ എന്നെ ഇന്ന ആൾക്കാർ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച അയാളോട്, ലസിത ഇപ്രാവശ്യം തലശ്ശേരി 21-ാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് BJPക്ക് വേണ്ടിയിട്ട്. ശ്രീല പിള്ള BJPക്ക് വേണ്ടിയിട്ട് ഘോരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷൈനി മധുസൂദനൻ BJPക്ക് വേണ്ടി ഘോരം സംസാരിക്കുന്ന ഒരാളാണ്. അതേപോലെ ലക്ഷ്മി കാനത്ത്, ഈ അമ്മച്ചും BJPക്ക് വേണ്ടിയിട്ട് ഘോരം സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെയാണ് എന്നെ ഇട്ടിങ്ങനെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ BJPയിലും RSSലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ എന്താ പറയേണ്ടത്? എല്ലാവരെയും ഏൽപ്പിച്ച് പറയരുത് എന്ന് പറഞ്ഞു. എന്നാൽ ഇവരൊരു തീരുമാനം ഉണ്ടാകട്ടെ, പാർട്ടിക്കാരൊരു തീരുമാനം ഉണ്ടാകട്ടെ. ഒരിക്കൽ ശ്രീല പിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. ജസ്ന സലീം BJPന്റെ RSSന്റെ ആൾക്കാരെ ഹണി ട്രാപ്പ് പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് എന്ന്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ തള്ളച്ചിക്ക് മിണ്ടാട്ടല്ല. BJPന്റെ RSSന്റെ ആൾക്കാർ സ്ത്രീകളെ കാണുമ്പോഴേക്കും വീണു പോകുന്നാണോ ഈ BJP തന്നെയുള്ള സ്ത്രീകൾ പറയുന്നത്? അത്രേ ഉള്ളൂ ഈ ആൾക്കാരൊക്കെ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ അങ്ങനെ പറയുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്കായിട്ടൊരു എന്താ പറയുക, പാർട്ടിയിൽ തന്നെ പാർട്ടി ഭരിക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടല്ലോ, അവർക്കൊരു പരാതി കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ടൊരു അന്വേഷണത്തിന് ഉത്തരവിടിപ്പിക്കുക. എന്നെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? നാളെ ഒരിക്കൽ എൻ്റെ വീടിൻ്റെ നേരെ ഒരു ബോംബേറോ അല്ല എന്നെ വീട്ടിൽ വന്ന ആരെങ്കിലും വെട്ടിക്കൊല്ലിയോ തല്ലിക്കൊല്ലിയൊക്കെ ചെയ്ത് പോയാൽ പറയും CPMകാരോ കോൺഗ്രസ്സുകാരോ ചെയ്തിട്ട് പോയി, അവൾ കൃഷ്ണനെ വരയ്ക്കുന്ന അവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞ് നിസ്സാരാക്കി കാണും. അപ്പോൾ പറയും കക്കൂസ് പൊളിച്ചിട്ടാരും ജയിലിൽ പോയിട്ടില്ല എന്ന് പറയും. കക്കൂസില്ലെങ്കിലേ ഷിറ്റിടാൻ മുട്ടിയാലേ ഉള്ള ബുദ്ധിമുട്ട് അറിഞ്ഞവന് മനസ്സിലാവും കക്കൂസിൻ്റെ വില എന്തെന്ന്, കേട്ടാ? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും BJP RSS എന്ന് പറഞ്ഞതിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ശാഖയെ പോയിട്ട് പരാതിപ്പെടുക. എന്നിട്ട് ശാഖ അന്വേഷണം നടത്തട്ടെ. എന്നെ ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ശാഖ തന്നെ കണ്ടുപിടിച്ചിട്ട് എനിക്കൊരു നീതി മേടിച്ചു തരട്ടെ. അപ്പം ഞാൻ പറയും BJPയിലും RSSലും ഉള്ള ആൾക്കാർ നല്ലവരാണ് എന്ന് എൻ്റെ നാവുകൊണ്ട് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം. ഈ സ്ത്രീകളെ ഒന്ന് അടക്കി കാണിച്ചു തന്നാൽ, കേട്ടോ?